എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികളാണ്. കഴിഞ്ഞ LDC 2024ന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത്രത്തോളം പദ്ധതികൾ ചോദിക്കുന്നുണ്ട് എക്സാമിന് അല്ലെ. ഇപ്പോൾ ഒരു എക്സാമിന് തന്നെ 2-3 പദ്ധതികളായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ 3 പദ്ധതികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ലാസ്റ്റ് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവാ. പഠിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതി ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് എന്തായാലും സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ് ഈ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്? കേരളത്തിലാണ്. എവിടെയാണ്? കേരളത്തിലാണ്. അതേപോലെ തന്നെ PSC ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. അതിന്റെ ആൻസർ തെറ്റുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത നോക്കാം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളുടെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി അല്ലെ. തെളിനീരൊഴുകും അപ്പൊ നല്ല വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളുടെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ പറഞ്ഞ ഇവര് കൊടുത്തിട്ടുള്ള ആൻസർ തെറ്റാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, നമ്മൾ ഈ ഒരു പദ്ധതി മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്ത വസ്തുക്കൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബന്ധമില്ലാത്ത വസ്തുക്കൾ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 1ഉം 4ഉം മാത്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ് കേട്ടോ. ഇതല്ല ആൻസർ ആയിട്ട് വരുന്നത്. 18 തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാവാം. അത് ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതേപോലെ ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. അത് തെറ്റായിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല, നൽകണം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി പ്രകാരം പറയുന്നത് അല്ലെ. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ 1ഉം 4ഉം ശരിയായിട്ടുള്ള പോയിന്റുകളാണ്. പക്ഷെ ഇവരുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ള 1ഉം 4ഉം മാത്രം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. അപ്പൊ ഇവിടെ ബന്ധമില്ലാത്ത ആൻസർ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് 2ഉം 3ഉം ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. അത് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ അവര് ക്യാൻസൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്നേഹപൂർവം. ഏത് പദ്ധതിയാണ്? സ്നേഹപൂർവം. അപ്പൊ ഇതിന്റെയൊക്കെ ഓപ്ഷനിൽ വന്നിട്ടുള്ള പദ്ധതികളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായിട്ടുള്ള അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് പ്രതിമാസ ധനസഹായം നൽകുന്നത്? ജനനി ജന്മരക്ഷ. ഏതാണ്? ജനനി ജന്മരക്ഷ. ഓക്കെ, അടുത്ത പദ്ധതി നോക്കാം. ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? എന്താണ് ലക്ഷ്യമിടുന്നത്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഇതെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശരിയാക്കി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികൾ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കേരള സർക്കാർ പദ്ധതികൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ നമുക്ക് നോക്കാം. ഈ പ്രണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് പറയുന്നത് PM പ്രോഗ്രാം ഫോർ റീസ്റ്റോറേഷൻ അവയർനെസ് നൗറിഷ്മെന്റ് ആൻഡ് എമലിയോറേഷൻ ഓഫ് മദർ എർത്ത് ആണ്. അതായത് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയാണ് ഈ പ്രണാം പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രണാം പദ്ധതി. ഇത് 2023-2024 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രണാം പദ്ധതി കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പ്രണാം പദ്ധതിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പദ്ധതി നോക്കാം. 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ്, അതായത് ODOP പദ്ധതി എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അതായത് ഓരോ ജില്ലയിലെയും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ ഈ വർഷം വ്യവസായ വകുപ്പ് ലക്ഷ്യമിടുന്നത് 108 യൂണിറ്റുകളാണ്. സംസ്ഥാനത്ത് കൂടുതൽ ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായ യൂണിറ്റുകൾ
ആരംഭിക്കുന്നതിനൊപ്പം തൊഴിലവസരങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ജില്ലയിലും ഓരോ ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. 1 ഡിസ്ട്രിക്റ്റ് 1 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയ? ഓരോ ജില്ലയിലും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ ഈ വർഷം 108 യൂണിറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കൂടുതൽ ചെറുകിട സൂക്ഷ്മ ഇടതരം വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. അപ്പൊ ഇതിന്റെ ലക്ഷ്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചേക്ക്. ഇതാണ് 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ് സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ വേറൊരു സ്കീം ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്കീം. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കടകൾ ഉണ്ടാവും അല്ലെ. അത് മെയിൻ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ് എയിംസ് ടു ബിൽഡ് ഈച്ച് റെയിൽവേ സ്റ്റേഷൻ ആസ് പ്രൊമോഷണൽ ഹബ്. അതായത് മെയിൻ ആയിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ വഴി സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്കീം കേട്ടോ. അത് റെയിൽവേയുടെ ആണ്. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ വരുന്നത് ശ്രേയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. ശ്രേയസ്. അപ്പൊ ഇതിൽ എന്താ പറയണേന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രേയസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന SC OBC ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള കോച്ചിങ് വാഗ്ദാനം ചെയ്യാനും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും സാങ്കേതിക പ്രൊഫഷണൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനും പദ്ധതി ലക്ഷ്യമിടുന്നു. അപ്പൊ ഇത് മെയിൻ ആയിട്ട് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ ആണ് കേട്ടോ. 2019 അത് വന്നിട്ടുള്ളത്. അപ്പൊ ശ്രേയസ് എന്ന് പറയുമ്പോൾ തന്നെ അവരിങ്ങനെ ശ്രേയസോടെ വരിക എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ഒരു ഐശ്വര്യത്തോടെ ശ്രേയസോടെ ഒക്കെ വരിക. അപ്പൊ അതിന് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന SC OBC ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള കോച്ചിങ് വാഗ്ദാനം ചെയ്യാനും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും സാങ്കേതിക പ്രൊഫഷണൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓർത്തു വെക്കാലോ. കിട്ടുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ PM പ്രണാം പദ്ധതി പറഞ്ഞു അല്ലെ. അതിൽ കൂടുതലായിട്ട് ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ODOP, അതായത് 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വിൽക്കുന്ന ഒരു പദ്ധതി നമ്മൾ പറഞ്ഞു അല്ലെ. 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് പറഞ്ഞു. പിന്നെ പറഞ്ഞതാണ് ശ്രേയസ്. അപ്പൊ ഒരു ഐശ്വര്യം കൊണ്ടുവരിക അല്ലെ. അവരുടെ SC OBC ഉദ്യോഗാർത്ഥികളുടെ നിലവാരം, പഠിക്കുന്നതിനുള്ള നിലവാരം കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അടുത്ത് നോക്കാം. ഗ്രാമോദ്യോഗ് വികാസ് യോജനയാണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖാദി, മൺപാത്രങ്ങൾ, തേൻ തുടങ്ങിയ വിവിധ ഗ്രാമീണ വ്യവസായങ്ങളിൽ വിവിധ ഗ്രാമീണ വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കരകൗശല തൊഴിലാളികൾക്കും സംരംഭകർക്കും പൊതുവായ സൗകര്യങ്ങൾ, സാങ്കേതിക ആധുനികവൽക്കരണം, പരിശീലനം, സാമൂഹിക സുരക്ഷ, വിപണന പിന്തുണ എന്നിവ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത എന്താണ് PM ദക്ഷ് യോജന എന്നുള്ളത് നോക്കാം കേട്ടോ. എന്താണ് ഈ PM ദക്ഷ് യോജനയിൽ പറയുന്നത്? PM ദക്ഷ് യോജനയുടെ പ്രധാന ലക്ഷ്യം യുവാക്കൾക്ക് ഹ്രസ്വകാലവും ദീർഘകാലവുമായിട്ടുള്ള കഴിവുകൾ നൽകിക്കൊണ്ട് അവരുടെ നൈപുണ്യ നിലവാരം വർദ്ധിപ്പിക്കുക, തുടർന്ന് വേതനം, സ്വയം തൊഴിലിൽ സഹായം നൽകുക എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ദക്ഷ് യോജനയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ പറയുന്നത്, അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? ഇതിൽ മെയിൻ ആയിട്ട് നൈപുണ്യ നിലവാരം വർദ്ധിപ്പിക്കുക അല്ലെ. അതായത് ഈ യുവാക്കളുടെ നൈപുണ്യ നിലവാരം വർദ്ധിപ്പിക്കുക, തുടർന്ന് വേതനം, സ്വയം തൊഴിൽ സഹായം നൽകുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു യോജനയാണ് ദക്ഷ് യോജന. ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ ആയിട്ട് ഓർത്തു വെക്കാം. ഒരു ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ജോലിക്ക് പോവാ, അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദക്ഷിണയൊക്കെ കൊടുത്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. PM ദക്ഷ് യോജന കേട്ടോ. ഇനി അടുത്ത് നോക്കാം. PM സ്വാനിധി സ്കീം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നോക്കാം. നഗരപ്രദേശങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് താങ്ങാവുന്ന പ്രവർത്തന മൂലധന വായ്പകൾ നൽകുന്നു കേട്ടോ. അതായത് തെരുവ് കച്ചവടക്കാർക്ക് അവർക്ക് താങ്ങാവുന്ന മൂലധന വായ്പകൾ നൽകുന്ന ഒരു സ്കീമിനെയാണ് PM സ്വാനിധി സ്കീം എന്ന് പറയുന്നത് അല്ലെ. ഒരു ചെറിയൊരു നിധി പോലെ കൊടുക്കുന്നു അല്ലെ, ചെറിയൊരു വായ്പ നൽകാനൊക്കെ സഹായിക്കുന്നു. അപ്പൊ മാക്സിമം ലോൺ എമൗണ്ട് ഫോർ ദി PM സ്വാനിധി സ്കീം എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ആണ്. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ എല്ലാവരും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഈ പറയുന്ന പോയിന്റ്സുകളെല്ലാം പഠിച്ചു വെച്ചേക്കുക.
എന്താണ് PM സ്വാനിധി സ്കീം എന്ന് പറയുന്നത്? നഗരപ്രദേശങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് താങ്ങാവുന്ന പ്രവർത്തന മൂലധന വായ്പകൾ നൽകുന്ന ഒരു സ്കീമാണ് PM സ്വാനിധി സ്കീം എന്ന് പറയുന്നത്. അടുത്ത PM വാണിയാണ്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. വാണിയുടെ ഫുൾ ഫോം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയായിരിക്കും. എന്താ? പ്രൈം മിനിസ്റ്റർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്ക് ഇന്റർഫേസ് ആണ്. അതായത് എല്ലാവർക്കും വൈഫൈ ഹോട്ട്സ്പോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിനെയാണ് PM വാണി സ്കീം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെയുള്ളത് മിഷൻ വാത്സല്യാണ്. രാജ്യത്തെ ശിശു സംരക്ഷണ സേവനങ്ങൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെ. വാത്സല്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീം തന്നെയായിരിക്കും അല്ലെ. രാജ്യത്തെ ശിശു സംരക്ഷണ സേവനങ്ങൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് മിഷൻ വാത്സല്യ എന്ന്. അടുത്ത് നോക്കാം, ഗ്രാമീൺ ഉദ്യമി സ്കീം. ഇതിൽ പറയുന്നത് ആദിവാസി സമൂഹങ്ങളുടെ സമഗ്രവും സുസ്ഥിരവുമായിട്ടുള്ള വളർച്ചയ്ക്കായിട്ട് നൈപുണ്യ പരിശീലനം വിപുലീകരിക്കുന്നതിനായിട്ടുള്ള ഒരു സ്കീമിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രാമീൺ ഉദ്യമി സ്കീം കേട്ടോ. അപ്പൊ ആദിവാസി സമൂഹങ്ങളുടെ സമഗ്രവും സുസ്ഥിരവുമായിട്ടുള്ള വളർച്ചയ്ക്കായിട്ട് നൈപുണ്യ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഗ്രാമീൺ ഉദ്യമി സ്കീം. ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, നിങ്ങളുടെ മൈൻഡിൽ നിന്നോളും. ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് മുമ്പ് നമ്മൾ 1 2 പ്രാവശ്യമൊക്കെ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ നിന്നോളൂ കേട്ടോ. പിന്നെ മേരാ ബിൽ മേരാ അധികാർ യോജന. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ബില്ല് ചോദിച്ചു വാങ്ങണം. അത് നമ്മുടെ ഒരു അവകാശമാണ് അല്ലെങ്കിൽ ഒരു അധികാരമാണെന്നുള്ള രീതിയിൽ കേട്ടോ. ടു എൻകറേജ് കസ്റ്റമേഴ്സ് ടു റിക്വസ്റ്റ് എ ബിൽ വെൻ എവർ ദേ മേക്ക് പർച്ചേസസ്. ഓക്കെ, അപ്പൊ ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലുള്ളതാണ് മേരാ ബിൽ മേരാ അധികാർ യോജന. ഓക്കെ, പിന്നെ വരുന്നത് മിഷ്ടിയാണ്. മിഷ്ടിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. തീരദേശ കണ്ടൽ കാടുകളുടെ തീവ്രമായിട്ടുള്ള വനവൽക്കരണമാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഓക്കെ, തീരദേശ കണ്ടൽ കാടുകളുടെ മിഷ്ടി കണ്ടൽ ഒരു ഇണ്ട പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ ഓർക്കുക. മിഷ്ടി കണ്ടൽ കാടുകളുടെ തീവ്രമായിട്ടുള്ള വനവൽക്കരണമാണ് ഇത് ലക്ഷ്യമിടുന്നത്. സെൻട്രൽ വിൽ കവർ 80% ഓഫ് ദി പ്രൊജക്ട് വൈൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വിൽ കോൺട്രിബ്യൂട്ട് ദി റിമൈനിങ് 20% കേട്ടോ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് 80%, സ്റ്റേറ്റ് ഗവൺമെന്റ് 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് കേട്ടോ. അപ്പൊ മിഷ്ടി അതിന്റെ ഫുൾ ഫോം അറിഞ്ഞു വെച്ചേക്കാം. മാംഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ് ആണ് മിഷ്ടി. കണ്ടൽ കാടുകളുടെ വനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് മിഷ്ടി. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളും കൂടെ നോക്കാം. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു, പക്ഷെ അതിൽ നിന്ന് അത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ഇനി ഈ ഒരു സെഷൻ ആരും മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അല്ലാത്തവർക്ക് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള മുദ്ര പദ്ധതി അല്ലെ, അപ്പൊ പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തായിരുന്നു? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക അല്ലെ. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു മുദ്ര എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മുദ്ര എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി അടുത്ത് നോക്കിയേ, ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷതയാണ് ചോദിച്ചിട്ടുള്ളത്. സ്വയം പദ്ധതിയുടെ സവിശേഷത. ഓക്കെ, ആൻസർ വരുന്നത് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇവിടെ നോക്കിയേ, സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ സ്വയം അതിന്റെ ഫുൾ ഫോം എന്താ? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓക്കെ, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് ആണ് സ്വയം കേട്ടോ. സ്വയത്തിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? പൗരന്മാർക്ക് അല്ലെ, യങ് ആസ്പയറിംഗ് മൈൻഡ്സ് അല്ല, അപ്പൊ പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സവിശേഷത. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് കയറാം. എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജനയിൽ പറയണെന്നുള്ളത് നോക്കാം. പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ആ സൂര്യോദയം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ ഒരു കാര്യം മൈൻഡിലോട്ട് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അപ്പൊ സൂര്യോദയ യോജന എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇനി അടുത്ത് നോക്കാം, എന്താണ് ജൽജീവൻ മിഷൻ എന്നുള്ളത്. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ജൽജീവൻ
മിഷൻ അല്ലെ. നല്ല ശുദ്ധജലം വീട്ടിലെത്തിക്കുക. ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എത്ര ലിറ്റർ ആണ്? 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടിയുണ്ട്. ജൽജീവൻ മിഷൻ സംസ്ഥാനത്തിൽ ഒന്നാമത് എത്തിയിട്ടുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ പങ്കാളിത്തത്തോടെ കേരള വാട്ടർ അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. അത് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യ കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ദാദ്ര നഗർ ഹവേലിയും അതേപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു ആണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കുക. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയുള്ള ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. അതേസമയം ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയുള്ള ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ദാദ്ര നഗർ ഹവേലി അതുപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു. ഇനി കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. ഓക്കെ, ഹോം ഷോപ്പ് അല്ലെ, വീട് തന്നെ വീട്ടിലേക്ക് ഷോപ്പിലത്തെ ഐറ്റംസ് ഒക്കെ എത്തിക്കുകയാണ്. അപ്പൊ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ച് നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. അപ്പൊ മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതി ഏതാണ്? അടൽ വയോ അഭ്യുദയ യോജന. അടൽ വയോ അല്ല, വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അടൽ വയോ അഭ്യുദയ യോജന. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? പ്രധാനമന്ത്രി സൂര്യോദയ യോജന പറഞ്ഞു. അപ്പൊ പുരപ്പുറ സൗരോർജ്ജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. പിന്നെ നമ്മൾ പറഞ്ഞത് ജൽജീവൻ മിഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞാല് ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയുള്ള ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. അതേസമയം പൂർത്തിയാക്കിയുള്ള ആദ്യ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയു ആണ്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് അല്ലെ, ഹോം ഷോപ്പ്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അമൃത്. അപ്പൊ എവിടെയാണ്? നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, നഗരപ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക കേട്ടോ. അപ്പൊ അമൃതിന്റെ ഫുൾ ഫോം എന്താ? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് ഏർബൻ ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് ഏർബൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെ, ഏർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ് നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഓക്കെ. ഇനി അമൃത് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് 2015 ജൂൺ 25 കേട്ടോ. കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഓക്കെ, കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്പ് ആണ് ഹിന്ദിയിൽ കേട്ടോ, ക്രോപ്പ്. അപ്പൊ കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ചോദിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാരത് നെറ്റ് ആണ്. ഓക്കെ, ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ഭാരത് നെറ്റ് കേട്ടോ. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പേരുകളും ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഭാരത് നെറ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ്, അരക്ഷിതാവസ്ഥയിലായ കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. അപ്പൊ മിഷൻ വാത്സല്യ, ആ വാത്സല്യ എന്നുള്ള ടേം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? അരക്ഷിതാവസ്ഥയിലായിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും അല്ലെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലായി. കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. 1098 ഹെൽപ്പ് ലൈൻ നമ്പറിൽ മാറ്റമില്ല. അടിയന്തര ഘട്ടത്തിൽ പോലീസ് സഹായം ആവശ്യമെങ്കിൽ 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കൈമാറും. രാജ്യത്തെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായിട്ടുള്ള
ബാല്യം ഉറപ്പാക്കുകയാണ് മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം. അപ്പൊ മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം എന്താ? രാജ്യത്തെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായിട്ടുള്ള ബാല്യം ഉറപ്പ് ആക്കുക എന്നുള്ളതാണ് മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം. ഇനി അടുത്ത് നോക്കാം, എന്താണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി എന്നുള്ളത് നോക്കാം. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. അപ്പൊ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി പ്രണാം പദ്ധതി. കേട്ടോ, പ്രണാം പദ്ധതി. ഇനി PM പ്രണാം. അപ്പൊ അതിൽ പറയുന്ന ബാക്കി കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. അപ്പൊ അതിന്റെ ഫുൾ ഫോം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രണാമിന്റെ ഫുൾ ഫോം ആണ് പ്രോഗ്രാം ഫോർ റീസ്റ്റോറേഷൻ, അവയർനെസ്, നൗറിഷ്മെന്റ് ആൻഡ് അമെലിയോറേഷൻ ഓഫ് മദർ എർത്ത് എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. ഓക്കെ. ഇനി ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് നെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇനി രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് വിസിറ്റ് ഇന്ത്യ 2023. പേര് തന്നെ കിട്ടുമല്ലോ, വിസിറ്റ് ഇന്ത്യ. ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ, അതായത് രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ ആകർഷിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023. G20 സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഭാഗമായാണ് ഈ ഒരു പദ്ധതി കേട്ടോ. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് PM ഡിവൈൻ. ഓക്കെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായിട്ട് കേട്ടോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് PM ഡിവൈൻ എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. അമൃത് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അതായത് നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അല്ലെ. അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് urban ട്രാൻസ്ഫോർമേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അല്ലെ. ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്പ്. അപ്പൊ കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പിന്നെ നമ്മൾ പറഞ്ഞു ഭാരത് നെറ്റ് അല്ലെ. അപ്പൊ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് നെറ്റ്. പിന്നെ പറഞ്ഞത് മിഷൻ വാത്സല്യാണ്. വാത്സല്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അരക്ഷിതാവസ്ഥയിലായിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. ഓക്കെ. പിന്നെ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി അല്ലെ. പ്രണാമിന്റെ ഫുൾ ഫോം അറിഞ്ഞു വെച്ചേക്കാം. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു വിസിറ്റ് ഇന്ത്യ, അതായത് രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? PM ഡിവൈൻ എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി അടുത്ത് നമുക്ക് എന്താണ് MGNREGP എന്നുള്ളത് നോക്കാം. MGNREGP എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്കീം അനുസരിച്ചിട്ട് വീട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും അംഗം വൈദഗ്ധ്യമില്ലാത്ത ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതായത് വീട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും അംഗം എക്സ്പീരിയൻസ് ഇല്ലാത്തൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അവർക്ക് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. അടുത്ത് നോക്കാം സർവശിക്ഷ അഭിയാൻ. ഓക്കെ, അപ്പൊ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ 86ാം ഭേദഗതി SSAയെ പിന്തുണയ്ക്കുന്നു. ഇതാണ് SSA എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവശിക്ഷ അഭിയാൻ. ഓക്കെ, സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും അതേപോലെ തന്നെ നിർബന്ധവുമായിട്ടുള്ള ഫ്രീയും കമ്പൽസറിയുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സർവശിക്ഷ അഭിയാൻ. സർവ്വ കുട്ടികൾക്കും കൊടുക്കണം, എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വയ്ക്കാം അല്ലെ. അടുത്ത് നോക്കാം അടൽ പെൻഷൻ യോജന. അപ്പൊ ആ പെൻഷൻ എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്.
നമുക്ക് നോക്കാം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും ഉൾപ്പെടാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷ ഉറപ്പാക്കുന്നതിലാണ് ഇത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഇസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് ഓൾഡ് ഏജ് സെക്യൂരിറ്റി. വയസ്സാം കാലത്തുള്ള ഒരു എന്താ പറയാ, ഒരു സുരക്ഷ നമ്മൾ പറയില്ലേ, അപ്പൊ ഓൾഡ് ഏജിന്റെ സെക്യൂരിറ്റി ടു ദി അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഹു ആർ നോട്ട് കവേർഡ് അണ്ടർ എനി ഓഫ് ദി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ഓക്കെ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും ഉൾപ്പെടാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന. അടുത്ത് നോക്കാം, എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 25 സെപ്റ്റംബർ 2014 ആണ്. അപ്പൊ ഈ ഒരു പദ്ധതിയിൽ പറയുന്നത്, ഈ പദ്ധതി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ. ദിസ് സ്കീം ഇസ് ഇന്റൻഡഡ് ടു ബൂസ്റ്റ് ദി ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് സെക്ടർ ആൻഡ് ഓൾസോ ഓഗ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ദി കൺട്രി. ഈ പദ്ധതി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും കേട്ടോ. രാജ്യത്തേക്കുള്ള എല്ലാം മേക്ക് ഇൻ ഇന്ത്യ എന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ തന്നെ മേക്ക് ചെയ്യാന്നുള്ള രീതിയിൽ രാജ്യത്തേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. എനിക്കിതേ വരെ വിദേശ വസ്തുക്കളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇത്രയും പദ്ധതികളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കണു. പലരുടെയും കമന്റ്സ് കണ്ടിട്ടാണ് നമ്മൾ വേഗം തന്നെ പദ്ധതികളുടെ ക്ലാസ് എടുത്തിട്ടുള്ളത് കേട്ടോ. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ഓൾ.